ആറളം പൂതക്കുണ്ടിൽ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ പിന്നിൽ മുസ്ലിം ലീഗെന്ന് LDF ആരോപണം. ആറളം പഞ്ചായത്തിലെ 18-ാം വാർഡ് പൂതക്കുണ്ടിൽ കാലാകാലങ്ങളായി വളരെ സമാധാനപരമായിട്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം മാത്രം വളരെ ആസൂത്രിതമായിട്ട് LDFിൻ്റെ പ്രത്യേകിച്ച് ഷീബയുടെ പോസ്റ്റർ വ്യാപകമായി ഇതിനു മുമ്പേ ഫ്ലക്സുകൾ കംപ്ലീറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളവരെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് അത് നമ്മളല്ല എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ബോധപൂർവ്വം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതിന് വല്ലാത്ത രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ബോർഡുകൾ കംപ്ലീറ്റ് കുത്തിക്കീറുകയും അതുപോലെ തന്നെ പിടിച്ച് പറിച്ച് കളയുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളത്രയും സമാധാനപരമായി, കാരണം ഇവരെ നമ്മുടെ കേന്ദ്രത്തിൽ വരെ UDFൻ്റെ ഒരുപാട് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ബോർഡിന് പോലും ഒരു പോറൽ പോലും നമ്മൾ ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. അത് നമ്മൾ കാത്തു സൂക്ഷിക്കല. പക്ഷേ ഇവരെന്ത് ചെയ്ത് ആറളത്ത് പ്രത്യേകിച്ച് ടൗണിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും നമ്മളെ വോട്ടർമാരെയും നമ്മുടെ പാർട്ടി സഖാക്കളെയോടും വളരെ വിനയത്തോടുകൂടി നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കുഴപ്പത്തിലേക്കും 100% ഈ വോട്ട് പരാജയം പൂണ്ടത് കൊണ്ടാണ് അവർ ഈ രീതിയിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഈ വാർഡ് പിടിച്ചടക്കും, ഈ വാർഡിൽ പല രീതിയിലുള്ള കുതന്ത്രങ്ങളും പയറ്റി കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വാർഡ് പിടിച്ചടക്കാൻ വേണ്ടി എന്തെല്ലാം കുൽസിത ശ്രമങ്ങൾ നടത്തുമോ അതിനു വേണ്ടിയിട്ടാണ് UDFും പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ വർഗീയ കാർഡുകൾ അടക്കം ഇറക്കി ഇത്തരം രീതിയിൽ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഞങ്ങൾ ഒരു ഉറപ്പ് ഇവരുടെ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ അവസാനത്തെ ബോർഡ് കയറിക്കഴിഞ്ഞാലും നിങ്ങളെ ഒരു ബോർഡ് പോലും നമ്മുടെ പ്രവർത്തകന്മാരോ LDFൻ്റെ പാർട്ടി സഖാക്കളോ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറല്ല എന്ന രീതിയിൽ അവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനി ആവർത്തിച്ചുകൂടാ, കാരണം ഞങ്ങളെ പ്രവർത്തകർക്ക് ഒരുപാട് വൈകാരികത ഉണ്ടായിട്ടുണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോകും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തകന്മാരെ യോഗം ഇന്ന് ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ പ്രത്യേക കാരണം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇവരുടെ പൊതുയോഗം തോട്ടുകടയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് വേണ്ട രീതിയിലുള്ള ഈ ഒരു ശ്രമങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. കാരണം അതാ ഇന്നലെ രാത്രി എല്ലാവരും വീടുകൾ കയറിയപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവർ ബോധപൂർവം ഈ ബോർഡുകൾ നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെ പ്രവർത്തകരെ പ്രകോപിക്കേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞങ്ങളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ടില്ല ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് കൂടി ഇത് വാർഡ് ഞങ്ങൾ തന്നെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ ഒരു ബോർഡ് ഇന്ന് രാവിലെ കുറച്ച് കുട്ടികൾ വന്നിട്ട് അതിന് കല്ലെറിഞ്ഞിട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വീടുകളിൽ നിന്ന് കുട്ടികളെ പറഞ്ഞേക്കലാണ്. എന്നിട്ട് നമ്മുടെ ബോർഡിനെ എറിഞ്ഞ് കുട്ടികൾ ഓടിക്കളയുക. അപ്പോൾ അവരെ കുട്ടികൾ മാത്രം ഇത് ചെയ്യുക, മറ്റുള്ള കുട്ടികളൊന്നും ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ആറളം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിലും നശിപ്പിക്കുകയുണ്ടായി. അതിനെതിരെ സ്ഥാനാർത്ഥിയോട് തന്നെ ഇതിന് വിശദീകരണം ചോദിച്ചപ്പോൾ ഇനി അതിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് കക്ഷി പറഞ്ഞു. പക്ഷേ വീണ്ടും ആറളം ടൗൺ പ്രദേശത്ത് ഇത് ആവർത്തിക്കുകയാണ് ഉണ്ടായെന്നുള്ളത്. തീർത്തും സമാധാനപരമായ സൗഹൃദപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, LDF എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് അക്രമം അഴിച്ചുവിടാനുള്ള അവരുടെ ഒരു തത്തപ്പാടായിട്ടാണ് നമുക്ക് തോന്നുന്നത്.